സുഹൃത്തുക്കളെ പുതിയ വീഡിയോക്ക് അപ്പൊ ഇന്ന് നമ്മ എങ്ങനെ പോവാ ഉദ്ദേശിക്കണേ? അപ്പേ നമ്മള് കുറച്ച് നാളുകളായി ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട്. അപ്പോൾ ഒരാഗ്രഹമുണ്ട് മഴക്കാലത്ത് പോകണം എന്നല്ല പെണ്ണിൻ്റെ. അപ്പോൾ നമ്മളിതേ കോട്ടൊക്കെ ഇട്ടെന്നൊക്കെ ഫുൾ സെറ്റായിട്ട് ഞങ്ങൾക്ക് ഇനി കോട്ടൊക്കെ വാങ്ങാൻ പോവാം. അപ്പോൾ എങ്ങനെ പോകേണ്ടതെന്നറിയും, നെല്ലിയാമ്പതി വരെ ഒന്ന് പോകണം. ഇപ്പോൾ ക്ലൈമറ്റ് നല്ല രീതിയിൽ അസല് ക്ലൈമറ്റാണ് നെല്ലിയാമ്പതിയിൽ. ഇപ്പോൾ നെല്ലിയാമ്പതി ഒന്ന് പോയി നമ്മുടെ ചേട്ടന്മാർ ഇവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരണം. അപ്പോൾ പേപ്പൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നാമെന്നു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മൂഡ് ഓഫാണ്. വെച്ചാൽ ഇപ്പോൾ മൊത്തത്തിൽ വെള്ളം, പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇങ്ങനെയായിട്ട് ഇങ്ങനെ ഇതാക്കിക്കുമ്പോൾ ഒരു ശോകം പിടിച്ച അവസ്ഥ. അതൊന്ന് സന്തോഷിക്കണം അല്ലേ? ഇങ്ങനെ സന്തോഷം വരുമ്പോൾ ഞാനിങ്ങനെ ട്രിപ്പ് പോകാറില്ല. ചെറുപ്പം മുതലേ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയതാണ്. അപ്പോൾ ഇവർ വന്നപ്പോഴാണ്, വൈഫും മോളൊക്കെ വന്നപ്പോഴാണ് ജീവിതത്തിലൊരു നല്ലൊരു എനർജി ഉണ്ടായത് അല്ല വേണ്ടിയേ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് സന്തോഷിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയാണ് പോകണ്ടേ? നെല്ലിയാമ്പതി പറയും, ഉറക്കെ പറ. നെല്ലിയാമ്പതി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ്. ചെറിയൊരു ട്രിപ്പാണ് ഞങ്ങൾ വണ്ടിയിൽ പോണത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ എത്തിച്ച് കാണാം അല്ലേ? നോക്കിയേ, പൊന്നുട്ടീനെ നോക്കിയേ, രായി വന്നേ. ഇത് വലിയ കോട്ടുണ്ടാ കേട്ടാ, ഉയരില്ലാത്തോണ്ടേ ഈ കോട്ട് പാകാവണില്ല അല്ലേ? ഇവിടെ ഗംഭീര വെയിലാട്ടാ, നമ്മുടെ അവിടെ ഗംഭീര മഴ. അപ്പം അതെന്തായാലും കലക്കി, എന്തായാലും അത് കലക്കി. അപ്പോൾ അത് കോട്ടൊക്കെ ഊരാൻ വേണ്ടി നിർത്തിയായിരിക്കണം വണ്ടിയിൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് പിടക്കിനി. അങ്ങനെ കുതിരാൻ തുരങ്കൊക്കെ കഴിഞ്ഞ് ടോളൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് ചായ പിടിക്കാൻ. ഗംഭീര വെയിലാട്ടാ, ഒരു രക്ഷയില്ല അല്ല ഇതേ, ഗംഭീര വെയിലാ. നമ്മളവിടെ ഗംഭീര മഴ അല്ല പോയിട്ടിയേ. കോട്ടൊക്കെ ഇട്ടിട്ട് ഒരാളെ കൊണ്ട് നിർത്തിയാട്ടാ, കോട്ടൊക്കെ ഇട്ടിട്ട് അപ്പോൾ വെറുതെ ആയി. ചെക്ക് പോസ്റ്റിൽ തന്നെ വണ്ടി നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വണ്ടി എടുക്കാൻ പോകണ്ട. നിറച്ച ആൾക്കാരാട്ടാ, മഴക്കാലൊന്നൊന്നുമില്ല, ഫുള്ള് തിരക്കാ. മതി കയറുമ്പോ തന്നെ നോക്കിയാൽ ഫുള്ള് വെള്ളച്ചാട്ടാട്ടാ. എന്നിട്ട് നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റുമാണ്, അതുപോലെ തന്നെ നല്ല വെള്ളച്ചാട്ടമുണ്ട്. നിങ്ങൾ തന്നെ കാണിട്ടാ. കിഡു വെള്ളച്ചാട്ടാ, ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടാ അല്ലേ? ഏറ്റവും മുകളിൽ എന്ത് രസമായി. നെല്ലിയാമ്പതി വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് മങ്കീനെ കൂടുതൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് സൈറ്റിങ് കിട്ടിയിട്ടാ ഇരിക്കുന്നു. എന്താ മോളിക്ക് കുറേ എണ്ണം പോയിട്ടുണ്ട്, എന്നാലും ഒരുത്തിനെ നമുക്ക് ഇവിടെ കിട്ടി, കരക്കിൽ തന്നെ കിട്ടി. കണ്ട കണ്ട അവൻ്റെ കരക്കിലിറങ്ങിയിട്ടാ. എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്. കണ്ട കണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും 1000 രൂപയും കൊണ്ട് ഇറങ്ങിയത്. 600 രൂപയ്ക്ക് ഡീസലും പെട്രോളും 400 രൂപയ്ക്ക് ഫുഡ് എന്നുള്ള ഒറ്റ ഇത് വെച്ചിട്ടാണ് വന്നുള്ളത് അല്ല വേണ്ടി. അപ്പോൾ ഇങ്ങനത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, മഴക്കാലത്ത് അടിച്ചു പൊളിക്കാൻ പറ്റിയ സംഭവം കേട്ടോ അല്ലേ? അടിപൊളിയാണ്. സ്ഥലം ഇവിടെ വന്നപ്പോഴാണ് ഈ ഫാമിലീനെ കണ്ടേട്ടാ. കറക്റ്റ് ഇവിടെ തന്നെയായിട്ട് ഈ ഫാമിലീനെ കണ്ടു, അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇവിടെ വെച്ചുള്ളത്. അതെന്തായാലും കലക്കി. ക്ലൈമറ്റാണെങ്കിൽ കിഡു ക്ലൈമറ്റ് ഇട്ടാ. അതെ, തണുത്തിട്ട് ഒരാൾ ഒളിച്ചിരിക്കുന്നു ഇവിടെ. ഒരു രക്ഷയില്ലാട്ടാ ക്ലൈമറ്റ്. നമ്മുടെ ചേട്ടനെ കാണാൻ വേണ്ടി വന്നാട്ടാ, അതെ ആളെ കണ്ടു കിട്ടിയിട്ടാ. നമ്മുടെ വാവച്ചാട്ടം ഇവിടെ ഉണ്ട്. ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ പക്കിന്. ഇതേ നമ്മുടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മുടെ ചേട്ടയിൽ ഏൽപ്പിച്ചുള്ളത്. അതെ മോളായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ ഫുൾ ഓണാ. ഇന്നലെ നൈറ്റ് ഇതിൽ കൂടെ പോയത്. അതേ ചില്ലിക്കമ്പനൊക്കെ ഉണ്ട്, ഫുൾ ഓണാട്ടാ. അതെ ഞായറാഴ്ച ദിവസമൊക്കെ മടിച്ചിക്കാൻ ഇങ്ങോട്ട് പോകുന്ന എല്ലാവരും. ഇതേ ട്രക്കിങ് കാര്യങ്ങളും നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാട്ടാ. അതുകൊണ്ട് ഇതേ പോണിട്ടാ. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ആളായിട്ടാള് ഇതേ വരുന്നേ. ഫുഡ് അടി അല്ലേ? എന്നിട്ടാണ്ട് ഭക്ഷണം കഴിച്ചുട്ടാ. അപ്പോൾ നമ്മുടെ വാവച്ചാണ്ടൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ കഴിച്ചു. ഇതേ ഇപ്പോൾ സീതാർകുണ്ടിക്ക് പോകണം. അപ്പോൾ തേയിലത്തോട്ടത്തിൽ ആൾക്കാർ തേയിലൊക്കെ പൊട്ടിച്ച് വാക്ക് തർക്കണം അവിടെ. തേയില എത്ര പൊട്ടിച്ച് എന്താണ് ഇങ്ങനെയൊക്കെ ഫുൾ അലമ്പും കാര്യങ്ങളൊക്കെ കിട്ടാം. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടിരിക്കുന്നു. ഇതേ കണ്ട പണി കഴിഞ്ഞ എല്ലാവരും വീട്ടിലേക്ക് പോകണം. കൊണ്ട് പോകണടുത്ത് പിള്ളേർ ഫുള്ള് കുള്ളിയിലിട്ടാ. ട്രിപ്പ് വന്നാൽ ഫുള്ള് പിള്ളേരുണ്ട്. വണ്ടിയൊക്കെ നോക്കിയാൽ കണ്ട, അതൊക്കെ നിർത്തിയതേ കുള്ളി തുടങ്ങി. ഒരു രക്ഷയില്ലട്ടാ. ഫുള്ള് വെള്ളം വരുന്ന വഴിയാട്ടത്.
മടിച്ച് നിൽക്കണ്ടട്ടാ, ഞായറാഴ്ച ദിവസം ഒന്നും മടിച്ച് നിൽക്കരുത്. ദേ വണ്ടി എടുക്കുക. ദേ ഞാനൊക്കെ 600 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് ബുള്ളറ്റ് വന്നുള്ളത്. വീട്ടിൽ നിന്ന് ഒരു 1000 രൂപ ചോദിക്കാൻ പോരാ, അടിച്ച് പൊളിക്കാൻ നോക്കിയാൽ ഫാമിലീസൊക്കെ വന്ന വൈബാണ്. ഇതേ മഴയത്തൊക്കെ ചില്ലായിട്ടിരിക്കുക. അതെ കോടൊക്കെ എന്നാ ഇതേപോലെ ചില്ലായിട്ടിരിക്കുക. സമയം 4 മണി ആവാനായിട്ടാണ്. 4 മണി ക്ലൈമറ്റ് ഉണ്ട് നെല്ലിയാമ്പതിലത്തെ. ഒരു രക്ഷയുടെ മക്കളെ മടിച്ച് നിൽക്കരുതില്ലേ. അല്ല പിന്നെ വണ്ടി എടുക്കാൻ പോരാ, ആസ്വദിക്കാനുള്ള ജീവിതം. 1000 രൂപയും കൊണ്ട് രണ്ടിറങ്ങിയാണ്. ഇതേ ചുട്ട മഴ ഓക്കെ, ഫുള്ള് കോടി ഫുള്ള് മഴ വൈബ്. സുഹൃത്തുക്കളെ നോക്കിയാ സുയിതറുണ്ടിയാ പോണ പാകാട്ടാ. ഫുള്ള് കോടയിലടാ, ഫുള്ള് കോടയിൽ നോക്കിയാ നിൽക്കണോക്കിയാ. കോടയുണ്ട്, അസല് മഴയുണ്ട്. ഒരു രക്ഷയില്ലാട്ടാ. എൻ്റെ അമ്മോ കിഡ് ക്ലൈമറ്റ് നോക്കണ്ട മക്കളെ, ചിന്തിക്കും വേണ്ട. ഞായറാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ലീവ് ഉണ്ടോ, പിള്ളേരും കൊണ്ട് വന്നോ അടിച്ച് പൊളിക്കും. ഇപ്പോൾ ഇതേ സമയം 4 മണി ആയിട്ടുള്ളൂ. അതിൻ്റെ ഉള്ള ക്ലൈമറ്റ് ആണ് കാണുന്നത്. ഒരു രക്ഷയില്ലാട്ടാ, കിഡ് തണവ്, ചുട്ട മഴ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരണമായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കിയാൽ ബാക്കിലൊക്കെ ഫുള്ള് കോടയാ. അല്ല പക്ഷേ അല്ല വേണ്ടിയേ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എന്തായാലും ഇനി വീട്ടിലേക്ക് എത്തണം. അപ്പോൾ ഇനി അടുത്ത നല്ല കിഡ് ട്രിപ്പ് വീഡിയോ ആയിട്ട് ഇനി അടുത്ത് വരണമായിരിക്കും. ഇനി ക്യാമ്പിനൊക്കെ പോകേണ്ട കാര്യങ്ങളായി തുടങ്ങി. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടാവും ട്രിപ്പും കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സന്തോഷമാണ്. അപ്പോൾ ഞായറാഴ്ച വീട്ടിലിരിക്കുന്നതൊക്കെ നോക്കിയാൽ പിടയ്ക്കാൻ വന്നാട്ടാ. എല്ലാം മതി ബെസ്റ്റിന് നോക്കിയാൽ മഴയൊക്കെ ആയിട്ട് കിഡ് ക്ലൈമറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.